ആരാധന ഓഡിബിൾ ആണോ? എന്താ അവസ്ഥ പറഞ്ഞ? Good evening, sir. Yes, sir. ഗുഡ് ഈവനിങ്. ഓക്കെ. ശിവാനെ ഇവിടെ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടിയോ? No, sir. വാട്സപ്പിൽ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, പിന്നെ ഓഡിയോ കോൾ വിളിച്ചിരുന്നു, കിട്ടണില്ല. ഓക്കെ. മുബഷിറൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചിട്ട് പറയാം. എപ്പോഴാണോ റീച്ച് ആവുന്നത് അപ്പൊ തന്നെ കയറാൻ പറയാം കേട്ടോ. കാരണം എനിക്കൊരു 8 PM എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ആക്കിയത് ക്ലാസ്. ഓക്കെ. അപ്പൊ നിങ്ങളോട് പറയുന്ന സമയത്ത് കയറാൻ പറ്റുന്ന പോലെ കയറുക എന്നുള്ളതാണ്. ബാക്കിയുള്ളവർ എപ്പോഴാണോ ജോയിൻ ആകാൻ പറ്റുന്നത്, ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. സാർ ഓക്കെ, ഇതിനെ കുറിച്ചൊന്നും എന്നോട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 hour ക്ലാസ് ആക്കി മാറ്റുമായിരുന്നു. ഓക്കെ. ഓക്കെ, സർ. ഞാൻ മുബഷിറ ചേച്ചിയോട് ഒന്ന് പറയട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. സർ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ശിവാനിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല അല്ലേ? സർ. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാല്ല എന്നുള്ള വേറൊരു മാർഗവും ഇല്ല. ഓക്കെ. നിങ്ങൾ ഓക്കെ, സർ. ജോയിൻ ആവുന്നവർ ജോയിൻ ആവുക. ഓക്കെ. ഞാൻ നിങ്ങളോട് ഈ ഒരു ടൈം ഷെഡ്യൂൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ടൈം ഷെഡ്യൂൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. ഓക്കെ. ഓക്കെ. ഓക്കെ, സർ. അപ്പോ സാർ ത്രൂ കണക്ട് ചെയ്ത് ഇനി സാർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ടൈം മാറ്റണമെന്നോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 1 hour ഞാൻ മാറ്റുമായിരുന്നു. ഓക്കെ. പക്ഷേ സാർ എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ടൈം ഷെഡ്യൂളിൽ തന്നെ ക്ലാസ് വെച്ചിട്ടുള്ളത്. നോർമലി നമ്മൾ 6 നും 6:30ക്കും ആണല്ലോ ക്ലാസ് വെക്കുന്നത്. ആ രീതിയിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ. ഓക്കെ, സർ. ആരാധനക്ക് കഴിഞ്ഞ ആ ക്വസ്റ്റ്യനിൽ അസൈൻമെന്റ് ആയിട്ട് തന്ന ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? അത് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടില്ലേ അയച്ചു തന്നത്? യെസ്, സർ. കുറെ ടൈം എടുത്തു. അത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടതാണ്. ഒരു 1 hour 2 hour ഒക്കെ എടുത്ത് ചെയ്യേണ്ടതാണ്. ഓക്കെ. ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. ഒരു സിനാരിയോ ബേസ് ചെയ്തിട്ട് കുറെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ. ഇത് കുറച്ച് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ ഇത് എങ്ങനെ പോയാലും ഒരു ഒരു 1 day ക്ലാസ് അതിനായിട്ട് തന്നെ അങ്ങനെ പോകും. ഓക്കെ. നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് ചെയ്ത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ. ഓക്കെ. അതുകൊണ്ടാണ് ഇത് അസൈൻമെന്റ് ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ. ഓക്കെ, സർ. പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് വരിക എസ് ആയിട്ട്? ഇപ്പോ എസ് എ എന്നുള്ളത് മാറിയിട്ടുണ്ടല്ലോ. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഇനിയുള്ള വിൻഡോയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിൻഡോയിൽ എങ്ങനെ വരുന്നതെന്ന് പ്രോപ്പറായിട്ട് എനിക്ക് അറിയില്ല. ഓക്കെ. നിങ്ങൾക്ക് ആ ഒരു കേസ് ബേസ്ഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോക്കിൽ ഉണ്ടാവും കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്. ഹോക്കിലൊരു സെഗ്മെന്റ് ആയിട്ടുണ്ട്. ഓക്കെ. അതൊന്ന് നോക്കുക. ഓക്കെ. ഓക്കെ, സർ. അതിൽ പ്രോപ്പറായിട്ട് ഒരു ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ സിലബസിലുള്ള കൺസെപ്റ്റും കാര്യങ്ങളും ഫുള്ളായിട്ട് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് പാസ്സാകും. ഓക്കെ. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഒരു സിനാരിയോ ഇതേപോലത്തെ ഒരു സിനാരിയോ തരും. ഓക്കെ. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള
കുറച്ച് ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് ഉണ്ടാവും, അതിനെ ഓർഡർ ചെയ്യുക. ആ രീതിയിലാണ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പോകുന്നത്. ഓക്കെ, അതായത് സ്റ്റെപ്സ് ആണെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റെപ്പാണ് ഫസ്റ്റ് വരുന്നത് എന്നുള്ള ആ ഒരു ഓർഡറിലാക്കുക. അതുപോലെ തന്നെ രണ്ട് ആൻസർ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് തരും, അതിൽ ഏതെങ്കിലും രണ്ട് ഓപ്ഷൻ ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, അത് സെലക്ട് ചെയ്യുക. അങ്ങനത്തെ രീതിയിലാണ് ഈ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ രീതി പോകുന്നത്. ഓക്കെ, ഓക്കെ സിനാരിയോ സർ. ഇതുപോലത്തെ ഒരു വലിയൊരു സിനാരിയോ വന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ ഓക്കെ. ഓക്കെ അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് എവിടെ പറഞ്ഞു നിർത്തിയത്? ലാസ്റ്റ് ലിമിറ്റ് നമ്മള് ആൾജിബ്ര അത് ഡീറ്റെയിൽ ആയിട്ട് പറയാ പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞു. അതെ, പറയാന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി. എന്താണ് ലിമിറ്റിംഗ് ഫാക്ടർ? ആരാധനക്ക് മനസ്സിലായത്? ലിമിറ്റിംഗ് ഫാക്ടർ എന്താന്നുള്ളതാ മനസ്സിലായത്? ഒന്ന് പറഞ്ഞേ, എന്താണ് ലിമിറ്റിംഗ് ഫാക്ടർ? ഇപ്പോ നമ്മള് ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കോസ്റ്റ് ഉണ്ടാവും ഓരോ സാധനങ്ങൾക്കും. ഓക്കെ അപ്പൊ ചിലപ്പോ ഓരോന്നിനും വേരിയേഷൻസ് വരാം. നമ്മള് കോസ്റ്റ് നോക്കുമ്പോഴും നമ്മളെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ അപ്പൊ അതൊക്കെ അതിന് പറയണതാണ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. ഓരോന്നിനും ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ അതിന് പറയുന്നതാണ് ലിമിറ്റിംഗ് ഫാക്ടർ. അതായത് നമ്മളുടെ ഡിമാൻഡ് എന്ത് ചെയ്യാണ്, ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള ചെയ്യാണ്ട് കപ്പാസിറ്റി വരിക. നമുക്കില്ല. ഓക്കെ, കപ്പാസിറ്റി നമുക്കില്ല, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഇല്ല, അവൈലബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇല്ല, കൺസ്ട്രെയിൻഡ് ആണ്, ബോട്ടിൽ നെക്ക് ആണ്, അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടർ ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എന്തിൽ പഠിച്ചത്, ലിമിറ്റിംഗ് ഫാക്ടറിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ഫാക്ടറിൽ നമ്മൾ പറഞ്ഞു തരുന്നത്? നമ്മൾ മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ആദ്യം ഫാക്ടർ ഒരു ഡിസിഷൻസ്. ഒരു നമ്മൾ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ആദ്യം ഒരു സാധനത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് മോർ ദാൻ വൺ ഐറ്റംസ് ഉണ്ടാവും. എന്ത് മോർ ദാൻ വൺ ഐറ്റംസ് എന്തായിട്ടുണ്ടാവും? ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ടുണ്ടാവും. ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് അല്ലെങ്കിൽ കൺസ്ട്രെയിൻഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതായത് നമ്മളുടെ ഡിമാൻഡിന് അനുസരിച്ചിട്ടുള്ള എന്തില്ല, അവൈലബിലിറ്റി ഉണ്ടാവാതെ വരും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഓക്കെ സർ. ഓക്കെ അവര് എപ്പോഴാ ജോയിൻ ആവുക എന്നുള്ളത് ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മുബഷിറ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇത് ചേച്ചി പറഞ്ഞത് ഞാൻ 6:30 ആണ് ഇന്ന് ക്ലാസ് എന്നുള്ളതെന്നാണ് ഇൻഫോം ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ 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 പിന്നെ ശിവാനി എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? ഇവരൊന്നും ആ ക്വസ്റ്റ്യന് ആൻസറും ചെയ്തിട്ടില്ല, എന്തുകൊണ്ട് അവരിങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഓഡിയോ അയച്ചിരുന്നു, അവര് ഓക്കെ പറഞ്ഞിട്ട് അയച്ചിരുന്നു, സെൻഡ് ചെയ്യാത്ത അറിയില്ല. ഓക്കെ 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 ഇവര് വരാതെ ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മാക്സിമം ഓക്കെ അവരോട് ഇതിൽ നിന്ന് എക്സിറ്റ് അടിക്കണ്ട, ഇതിലോട്ട് ജോയിൻ ആവാൻ പറയാം. ഓക്കെ, മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ജോയിൻ ആവാൻ പറയാം. ഓക്കെ, ഓക്കെ സർ. ശിവാനിക്കും ഒന്ന് കണക്ട് ചെയ്തിട്ട്, കാരണം ഇപ്പൊ ഒരു കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു ഇങ്ങനെ. ഓക്കെ, ബട്ട് കൺസെപ്റ്റ് പറയുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അതും മുബഷിറൊക്കെ ഈ ഒരു ആൽജബ്രിക് മെത്തേഡ് അറിയില്ല എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, മാക്സിമം സ്പീഡായിട്ട് അവരോട് ജോയിൻ ചെയ്യാൻ പറയാം. ജോയിൻ ചെയ്തിട്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ സർ.
സർ മുബഷിറ ചേച്ചി ജോയിൻ ആയിട്ടുണ്ട്. Sir, good evening, sir. Good evening, sir.
എന്തായി എല്ലാവരും ജോയിൻ ആയിട്ടുണ്ടോ? ഹലോ ഹലോ ഹലോ, Yes. ജോയിൻ ആയിട്ടുണ്ടോ? Yes, sir. ഓക്കെ. എന്ത് പറ്റി ടൈം പറഞ്ഞിട്ട്? എനിക്ക് ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്തോണ്ടിരിക്കുക സത്യം പറഞ്ഞ. ഓക്കെ. മുബഷിറിന്റെ ഇവിടെ ക്വസ്റ്റ്യന് അയച്ചിട്ടുണ്ട് സർ. എപ്പോഴാ അയച്ചേ? ഇപ്പൊ വന്നിട്ട് വീടെത്തിയത് ഒരു കഴിഞ്ഞ 5 ദിവസം മിനിറ്റ് മുന്നേ. തന്നതല്ലേ? sir. ഉം അതെന്തേ, എന്ത് പറ്റി? കഴിഞ്ഞ ദിവസം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് അതിലെ തന്നതായിരുന്നു അത്. sir, അതിലെ സെക്കൻഡ് വണ്ണ് കിട്ടിയില്ല. പിന്നെ ഞാൻ അതന്നെ അങ്ങ് അയച്ചു. ഒരു എങ്ങനെ ഓപ്ഷൻസ് സെക്കൻഡ് വണ്ണ് സെക്കൻഡ് വണ് കറക്റ്റ് ഓപ്ഷൻ കിട്ടുന്നില്ല. അപ്പൊ അതിങ്ങനെ കുറെ ഇടുന്നു. പിന്നെ അത് ഞാൻ ചെയ്തത് അങ്ങനെ അയച്ചത്. സെക്കൻഡ് വൺ ഓപ്ഷൻ ആൻസർ. ഓക്കെ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ആ നമ്പറിൽ ചോദിക്കാന്ന് ഇനി പ്രത്യേകിച്ച് നിങ്ങളോട് പറയണോ? അതൊക്കെ നിങ്ങൾ ചോദിക്കണ്ടേ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അത് മുബഷിറ ശരിക്കും ഇന്നാണോ ചെയ്തത്, കഴിഞ്ഞ ദിവസമാണോ ചെയ്തത്? അതൊന്ന് പറഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്നലെ തന്നെ ചെയ്തു. രണ്ടാമത്തേല് അവിടെ സ്റ്റക്കായി. പിന്നെ ഞാൻ രണ്ടാമത്തെ ഓക്കെ വിട്ടു, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി. രണ്ടാമത്തത് ഇന്നാണ് ചെയ്തത്. പക്ഷെ അത് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ആ കിട്ടിയ ആൻസർ സാറിന് അയച്ചിട്ടുണ്ട്. പിന്നെ ഓക്കെ റഫായിട്ട് വേറെ ഫോട്ടോ എടുക്കാനായിട്ട് മാറ്റി എഴുതി. ഓക്കെ ഓക്കെ. അത് പ്രോപ്പറായിട്ട് ഒന്നും കൂടി നോക്കുക, കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, കുറച്ച് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യൂല. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാതെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞ പോലെ തന്നെ ആ നമ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കുക. ഓക്കെ, പ്രോപ്പറായിട്ട് ചോദിക്കുക. അതിന്റെ പ്രോപ്പറായിട്ട് ഒരു ആൻസറിന്റെ PDF നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്ത പോലെ നിങ്ങൾ സാർ, ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിന്റെ ഓക്കെ, ആൻസേഴ്സ് ഞാൻ അയക്കും. ഓപ്ഷൻസിലുള്ള ആൻസേഴ്സ് ഇപ്പോൾ ആരാധന ഓൾറെഡി പ്രോപ്പറായിട്ട് അത് ചെയ്തു. അത് ഞാൻ ചെക്ക് ചെയ്തു. ഐ തിങ്ക് ഇന്ന് രാവിലെ ആണോ ആരാധന അത് ചെയ്തിട്ട് അയച്ചത്? ഇന്നലെ രാത്രിയോ? നോ സർ, ഇന്നലെ രാത്രി. ഓക്കെ, ഇന്നലെ രാത്രി അത് അയച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെയാണ് ചെക്ക് ചെയ്തു. ആൻസർ ഒക്കെ കറക്റ്റ് ആണ്. അപ്പൊ ആരാധനക്ക് അതിന്റെ ആൻസർ പ്രോപ്പർ നോട്ടിൽ എഴുതേണ്ട ഒരു PDF ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇവർക്ക് ആർക്കും അയച്ചു കൊടുക്കരുതെന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, സാർ, അതല്ല, ഓപ്ഷൻസ് കറക്റ്റ് ആണ്. ഇപ്പൊ കിട്ടിയ ബാക്കി 3 ഒരു കോൺഫിഡന്റ് ഉണ്ട്. സെക്കൻഡ് വൺ ആണ് തീരെ ഓപ്ഷൻ കിട്ടാത്തത്. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് മാത്രം. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കുറച്ച് നേരത്തെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിന്റെ ഞാൻ ചോദിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എഴുതി അയച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഞാൻ നീറ്റ് ആവാൻ വേണ്ടിട്ട് മാറ്റി എഴുതിയിരുന്നു. ഇത് ഫുള്ള് വെട്ടും കത്തലൊക്കെയാണ് അതിനകത്ത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്താണോ എഴുതിയത് അത് ജസ്റ്റ് എനിക്ക് നിങ്ങളെ ആൻസർ കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ PDF ആക്കി അയക്കാൻ പറഞ്ഞത്. ഓക്കെ, അത് അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രോപ്പറായിട്ട് എനിക്ക് നിങ്ങളെ നോട്ട് ഇങ്ങനെ നിങ്ങൾക്ക് നോട്ടിൽ എഴുതേണ്ടത് ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ തരും. ഓക്കെ, ബട്ട് എനിക്ക് വേണ്ടത് എന്താ, റഫായിട്ട് നിങ്ങൾ എന്താണോ ചെയ്തത്, എവിടെയാണ് തെറ്റിയതെന്നൊക്കെ എനിക്ക് മനസ്സിലാവാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് സെയിം കാര്യങ്ങൾ പറയാനുള്ള ഇടവരുത്തരുത്. ഓക്കെ, എനിക്ക് മനസ്സിലാവും നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിരിക്കും. ഐ നോ ദാറ്റ്. ബട്ട് ഇതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കും എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നത് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളൊക്കെ ഈ ഒരു കോഴ്സ് എടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ടൈം പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സാറിന്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യായിരുന്നു, നിങ്ങൾ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്നോടോ സാറിനോടോ അറിയിക്കായിരുന്നു. ഓക്കെ, വൺസ് അറിയിക്കായിരുന്നു. ഓക്കെ, ഇത് ഞാൻ ഓരോരുത്തരോട് ചോദിച്ചിട്ട് അറിയേണ്ട ഒരു കാര്യമല്ലല്ലോ. നമ്മളൊരു ക്ലാസ് ഇത് ചെയ്യല്ലേ. ഓക്കെ, അതൊന്നും പ്രോബ്ലം അല്ല. ഓക്കെ, ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല. ഇതിലൊന്നും ഒരു പ്രശ്നമില്ല. എനിക്ക് മനസ്സിലാവും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രോബ്ലങ്ങൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ടൈം ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് 8 മണിക്ക് ഒരു മീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ഓൾറെഡി നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളെ ക്ലാസ് 8 മണിക്ക് കഴിഞ്ഞ അപ്പം തന്നെ
എനിക്ക് നെക്സ്റ്റ് മീറ്റിങ്ങിന് ഇരിക്കണം. ഓക്കെ, ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ടൈം ഷെഡ്യൂൾ തന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇല്ലാത്തത് ദിവസങ്ങളിലെ നിങ്ങൾ പറയുന്ന ടൈം ഷെഡ്യൂളിൽ പോവുള്ളൂ. ഓക്കെ, അല്ലാത്ത ടൈം ഞാൻ പറയുന്ന ഒരു ഷെഡ്യൂളിൽ. എന്നാലും നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഏകദേശം ഒരു 6 and 6:30 ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, മുബഷിറിന്റെ കേസ് എനിക്ക് മനസ്സിലാവും. ബട്ട് ശിവാനിക്ക് എന്തായിരുന്നു പ്രശ്നം? ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, എന്ത് പറ്റി? ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എനിക്ക് മെസ്സേജ് കാര്യങ്ങളാണ്. ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ. റിയലി ഞാൻ സത്യം പറയണു. സത്യം പറഞ്ഞ എനിക്ക് ഇത്ര നേരിട്ട് 6 മണിക്കാണുള്ള അത് 6 മണിക്ക് നോക്കി, അപ്പൊ ഒന്നും വന്നില്ല. അത് 6:30 ഇപ്പൊ നോക്കുമ്പോഴാണ് അതിന് മെസ്സേജ് വന്നിരിക്കുന്നത്. എന്റെ നെറ്റ് ഭയങ്കര സ്ലോ ആയിട്ട് നടക്കണം ഇവിടെ. എനിക്ക് അത് ഓക്കെ മെസ്സേജേ കിട്ടിയിട്ടില്ലായിരുന്നു. ഓക്കെ എന്നിട്ട് ഓക്കെ ഞാൻ ഓക്കെ ഇപ്പൊ കുഴപ്പമില്ല വന്നതാണ്. കുഴപ്പമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സേർ ത്രൂ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, സുബിത നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇത് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, പ്രോഗ്രാമാണ്, അതേപോലെ നാട്ടിൽ പോവാണ്. ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു റീസൺ, പ്രോപ്പർ ആയിട്ടുള്ള റീസണെങ്കിലും നിങ്ങൾ പറയാം. ഓക്കെ, ഇതൊന്നും എന്തിനാന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ബാക്കി ഇപ്പോൾ ആരാധന മാത്രമായിട്ടാണ് ഇന്ന് ക്ലാസ് കയറിയിട്ടുണ്ടായിരുന്നത്. അവളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അവള് 6-ന് മെസ്സേജ് കണ്ടിട്ടും 6:30-ക്ക് മാറ്റുമെന്ന് വിചാരിച്ചു. അതാ അവൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ട് നിങ്ങളുടെയിലേക്ക് മെസ്സേജ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ മെസ്സേജിൽ കയറിയിട്ട്, ആ ലിങ്കിൽ കയറിയിട്ട് എന്നോട് പറയാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഇപ്പോൾ ഓൾറെഡി ഷെയർഡ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ ത്രൂ നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങൾക്ക്. അല്ലെങ്കിൽ നമ്മൾ ടൈം ഷെഡ്യൂൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മാറ്റുമായിരുന്നു. ഓക്കെ, 1.5 ഞാൻ hours ആക്കി മാറ്റുമായിരുന്നു. ലിങ്ക് കിട്ടിയ ഉടനെ തന്നെ ബാലചന്ദ്രൻ സാറിന് മെസ്സേജ് അയച്ചിരുന്നു, സാർ എനിക്ക് കയറാൻ കഴിയില്ല എന്ന്. ആ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് ചെയ്തിരുന്നു അപ്പൊ തന്നെ. ഓക്കെ ഓക്കെ, സാറും ഉം. റഷാണ്. ഓക്കെ, സാറും തിരക്കിലാണ്. സാർ ഈ മെസ്സേജ് ഒക്കെ ഇപ്പൊ ഞാൻ ലിങ്ക് അയക്കുന്നത് ഐ തിങ്ക് 4 to 5-ന്റെ ഉള്ളിലാണ്. ഓക്കെ, ആ ഒരു ടൈമിന്റെ ഉള്ളിൽ സാറിന് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് എത്തുമ്പോഴത്തിന് ചിലപ്പോൾ ടൈം എടുക്കുന്നുണ്ടാവാം. സാറ് തിരക്കിലാണ്, റഷിലാണ്, ചിലപ്പോൾ ഡ്രൈവ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീറ്റിംഗ്സിലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരുടെയും ഇതും കൺസിഡർ ചെയ്തിട്ടാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് കേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക. ഓക്കെ, ഇന്ന ടൈമിൽ ഇപ്പോൾ ആരാധന പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്താ പറഞ്ഞത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു കൺസെപ്റ്റാണ്. മുബഷിറൊക്കെ അത് ആൽജബ്രിക് മെത്തേഡൊക്കെ ഭയങ്കര ടഫാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, ആ ഒരു ടോപ്പിക്കിലോട്ട് കയറാത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ഹെൽപ്പ് നിങ്ങളെ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളും പ്രോപ്പർലി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊന്നും ഒന്നിൽ റോങ് ആയിട്ട് എടുക്കണ്ട. ഓക്കെ, ഒരു പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഓക്കെ, എല്ലതും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്. നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾക്ക് എത്രത്തോളം പെട്ടെന്ന് ക്ലാസ് തീരുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാം, നേരത്തെ എഴുതാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്, ആ രീതിയിലാണ് നമുക്ക് പോകുന്നത്. എന്നാലും നമുക്ക് ഓരോ സ്റ്റുഡൻസിനോടും അതിൻ്റെതായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, പ്രോപ്പറായിട്ട് നോക്കുക കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് സെയിം മിസ്റ്റേക്സ് വരാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രോഡക്ട്സ് ഉണ്ട്, ഷർട്ടും ഉണ്ട്, ടീഷർട്ടും ഉണ്ട്. ഓക്കെ, 2 ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ട്, അതായത് 2 കൺസ്ട്രെയിൻസ് ഉണ്ട്. അതായത് ക്ലോത്തും, അതായത് മെറ്റീരിയലും ലേബർ അവറും ആണ് 2 കൺസ്ട്രെയിൻസ്. ഇത് കുറച്ച് രീതിയിലൊക്കെ പറയാം. ഫസ്റ്റ് നമുക്ക് ആൽജബ്രിക് മെത്തേഡ്. ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൻസർ ആണ്. ഇതിൽ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ ദ വേരിയബിൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവിടെ വേരിയബിൾ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? 2 വേരിയബിൾസ് ആണ് ഉള്ളത്. അത് ക്ലോത്തും ലേബറും ആണ്. ഓക്കെ, അതിനെ ഡിഫൈൻ ചെയ്യുക പ്രോപ്പറായിട്ട്. ഓഡിബിൾ അല്ലേ? സൗണ്ടിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഞാൻ സെപ്പറേറ്റ് വേറെ വയേർഡ് ഹെഡ്സെറ്റാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട്
ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സൗണ്ടിന്? ഓക്കെ. അപ്പോ ലെറ്റ് എസ് ബി ദ നമ്പർ ഓഫ് ഷർട്ട്സ്. ഷർട്ട് എന്നുള്ളതുകൊണ്ട് അതിന് എസ് എന്ന് കൊടുത്തു. ഓക്കെ. അതുപോലെ തന്നെ ലെറ്റ് ടി ഷർട്ടിന് ടി ബി ദ നമ്പർ ഓഫ് ടീ ഷർട്ട്. ഓക്കെ. ഈ ഒരു രണ്ട് വേരിയബിളിനെ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് നമ്മൾ രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് രണ്ട് വേരിയബിളിന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എസ് എന്താണ് ഷർട്ടിനെ റെപ്രസെന്റ് ചെയ്യണമെന്നും ടീ ഷർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റെപ്പ് 2. ഓക്കെ. സ്റ്റെപ്പ് 2 വരുന്നത് ഫോർമുലേറ്റ് ദ കൺസ്ട്രെയിൻ. കൺസ്ട്രെയിൻ എന്ത് ചെയ്യുക? കൺസ്ട്രെയിന്റെ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുക. എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരിക? നിങ്ങളുടെ ഒരു ഐഡിയയിലൊന്ന് പറഞ്ഞ് എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരുന്നത്? ക്ലോത്തിനൊരു ഇക്വേഷനും ഉണ്ടാവും, അതുപോലെ തന്നെ ലേബറിന് ഒരു ഇക്വേഷനും ഉണ്ടാവും. ഓക്കെ. ലേബർ ഹവറിന് ഒരു ഇക്വേഷനും ഉണ്ടാവും. ഓക്കെ. ഏതൊക്കെയാണ് രണ്ട് ഇക്വേഷൻ? ഒന്ന് ജനറേറ്റ് ചെയ്തേ, നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള രീതിയിൽ. പറ്റുന്ന എല്ലാവരും ക്യാമറ ഓൺ ആക്കി തന്നെ ക്ലാസ്സിൽ ഇരിക്കുക കേട്ടോ. ഓക്കെ. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ക്യാമറ ഓൺ ആക്കി തന്നെ ക്ലാസ്സിൽ ഇരിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഓഫാക്കി ഇരുന്നാൽ മതി കേട്ടോ. ഓക്കെ. ഒരു കൺസെപ്റ്റ് പറയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. പിന്നെയും ഓക്കെ, കൺസെപ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഓൺ ആക്കി ഇരുന്നാൽ നന്നാവും. ഓക്കെ. എങ്ങനെ ആയിരിക്കും? ചാറ്റ് ബോക്സിലിട്ടെ. ഐഡിയ ഇല്ല, മുബഷിറക്ക് ഐഡിയ ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോ എന്താ ആരാധന, ശിവാനി, ഒരു ഇക്വേഷൻ സാർ ഫോർമുലേറ്റ് എനിക്കും അറിയില്ല. അറിയില്ല. ശിവാനിക്കോ? ഒരു മിനിറ്റ് കിട്ടോ? എനിക്ക് വലിയ വലിയ എല്ലാം എന്താ പറയാ ഓരോ മെസ്സേജ് ആയിട്ട് കിട്ടണേ. ഭയങ്കര സ്ലോ. ഓക്കെ. നെറ്റ്വർക്ക് സ്ലോ ആണോ? ഓക്കെ. നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. ഈ പറയുന്നതാണ് നമ്മളുടെ രണ്ട് കൺസ്ട്രെയിൻസ്. ഓക്കെ. ഈ ബോക്സിലുള്ളതാണ് നമ്മളുടെ രണ്ട് കൺസ്ട്രെയിൻസ്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വേഷൻ ആയിട്ട് നമ്മൾ സോറി 3 into 8 is equal to 2 into അങ്ങനെയാണോ? എങ്ങനെ 3 into 8 അങ്ങനെയാണോ sir? 3 into 8ഓ? മനസ്സിലായില്ല. 3 meter cloth 3 into മീറ്റർ ക്ലോത്ത് ഇൻറ്റു selling price contribution margin 8 is equal അല്ല അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഇത്, അതായത് ഈ ക്ലോത്തിന്റെ ഈ ഒരു ബോക്സിലുള്ളത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ ആയിട്ട് ജനറേറ്റ് ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതാണ് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ. പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. 3 മീറ്റർ ഷർട്ട് പ്ലസ് 2 മീറ്റർ ടീഷർട്ട്. ഓക്കെ. ഈസിക്കൽ ടു ഇത് ടോട്ടലി എത്ര വരണം? 90 മീറ്റർ ആവണം. ഓക്കെ. 3 മീറ്റർ ഷർട്ട് പ്ലസ് 2 മീറ്റർ ടീഷർട്ട് ഈസിക്കൽ ടു, അതങ്ങനെ ആരാധന 100 വന്നു. 90 ആട്ടോ. 90 അല്ല ഇതിന്റെ ടോട്ടൽ. ഓക്കെ. അപ്പോൾ 90 ആ വരുന്നത്. ഓക്കെ. അപ്പോ ഇനി ലേബറിന്റെ പറഞ്ഞു, ഇത് വെച്ചിട്ട് ലേബറിന്റെ പറഞ്ഞു 10 hour for shirt 15 hour for 10 അവർ t-shirt equal to ഷർട്ട് 600. പ്ലസ് അതെ 15 അവർ ടീഷർട്ട് ഈസിക്കൽ ടു
600 hours. 920. ഓക്കെ, ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ ഇപ്പോൾ എഴുതാനുള്ള ടൈം ഞാൻ തരാം. ഓക്കെ, ഇപ്പോൾ പ്രോപ്പറായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, തേർഡ് സ്റ്റെപ്പ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, സോൾവ് ദ പ്രോബ്ലം. ഇത് വെച്ചിട്ട് ഈ പ്രോബ്ലത്തിന് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഫസ്റ്റ് എന്ത് ചെയ്തു, നമ്മൾ വേരിയബിൾ ഡിഫൈൻ ചെയ്തു, ഒരു കൺസ്ട്രെയിൻ്റെ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തു. ഇനി ഫൈനലി നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ദ പ്രോബ്ലം. എങ്ങനെയാണിത് സോൾവ് ചെയ്യേണ്ടത്? രണ്ട് രീതിയിൽ ചെയ്യാം, മെയിനായിട്ട് രണ്ട് രീതിയിൽ ചെയ്യാം. ഇതിൻ്റെ ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, പ്രോപ്പറായിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ആൽജബ്രിക് മെത്തേഡിലും ചെയ്യാം, ഗ്രാഫിക്കൽ മെത്തേഡിലും ചെയ്യാം. ഓക്കെ, ഈ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമോ? കാരണം നമുക്ക് എക്സാമിന് ചെയ്ത് നോക്കാൻ പറ്റുമോ? നമ്മുടെ അടുത്ത് ഗ്രാഫ് പേപ്പർ ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഗ്രാഫ് ഒന്നും തരൂല. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യാം, ഒഴിവാക്കി. കാരണം അതുകൊണ്ട് നമുക്ക് എക്സാമിന് അതുകൊണ്ട് യൂസ്ഫുൾ അല്ല. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ ട്രയൽ ആൻഡ് എറർ മെത്തേഡും ഉണ്ട്. അത് നമ്മൾ വരും വഴി ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതിൽ ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി ഇതന്നെ ആൽജബ്രിക് മെത്തേഡിൽ തന്നെ രണ്ട് ബേസിൽ ചെയ്യാം. അതിൽ ഒന്ന് എലിമിനേഷൻ മെത്തേഡ്, പിന്നെ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഓക്കെ, രണ്ട് മെത്തേഡ് ഉണ്ട്. എലിമിനേഷൻ മെത്തേഡിലും ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലും ചെയ്യാം. രണ്ട് മെത്തേഡും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ഒരു സിമിലർ ക്വസ്റ്റ്യനിൽ തന്നെ രണ്ട് മെത്തേഡും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എലിമിനേഷൻ മെത്തേഡ്. എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത് രണ്ട് ഇക്വേഷൻ ആണുള്ളത് എന്ന് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇക്വേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷനെ, ഈ ലേബറിന്റെ ഇക്വേഷനെ നമ്മൾ 3 വെച്ചിട്ട്, ഇക്വേഷൻ മൊത്തത്തിൽ 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ക്ലോത്തിന്റെ ഇക്വേഷനെ മൊത്തത്തിൽ നമ്മൾ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഒരു വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കി മറ്റേ വേരിയബിളിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഷർട്ടിനെ മൊത്തത്തിൽ നമ്മൾ 0 ആക്കിയിട്ട് ഏതെങ്കിലും ഒന്നിനെ, ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി × 3 വെച്ച് ചെയ്താൽ, ഇവിടെ × 10 വെച്ച് ചെയ്താൽ ഈ ഒരു ഷർട്ടിന്റെ ഇത് രണ്ടും 0 ആയിട്ട് മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടീഷർട്ടിന്റെ ഇതെന്താവും, വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വാല്യൂ മനസ്സിലായിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻക്ക് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫൈൻഡ് ചെയ്യാം. കാണിച്ചു തരാം. ഓക്കെ, ഡൗട്ട് അടിക്കണ്ട, കാണിച്ചു തരാം. ഓക്കെ, പ്രോപ്പർലി പറഞ്ഞുതരാം. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ ആണുള്ളത്. അതിൽ 10 × നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ 10 ആണ്. അപ്പോൾ ഇതിനെ 0 ആക്കണം. ഓക്കെ, അതായത് ഈ ലേബറിന്റെ ഇക്വേഷനിലുള്ളത് 10 ആണ്. അത് മൊത്തത്തിൽ എന്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം, ക്ലോത്തിനെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലോത്തിന്റെ ഇക്വേഷൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3s + 2t = 90 എന്നതും, അതുപോലെ തന്നെ 3നെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലേബറിന്റെ ഇക്വേഷന് മൾട്ടിപ്പിൾ ചെയ്യുക. ഓക്കെ, 600. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് രണ്ട് ഇക്വേഷൻ പുതുതായിട്ട് കിട്ടും. ഓക്കെ, ഒരു സാധനത്തിനെ എലിമിനേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഷർട്ടിനെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ടീഷർട്ടിനെ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ ഒരു 3ന്റെ ഇക്വേഷൻ എന്താ വരിക, 13s + 3 × 15 45t = അതുപോലെ തന്നെ 3 × 600 എത്ര, 1800 അല്ല? ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഇക്വേഷൻ 30s + 10 × 2 20t =
900. ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യാം? സബ്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെ ഇക്വേഷനെ ഇതിനായിട്ട് സബ്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ, അതാണല്ലോ ആൾജബ്രിക് മെത്തേഡിൽ നമ്മൾ ഇവിടെ എന്തായി? ഇവിടെ സിമിലർ ആയിട്ട് ഈ ഒരു ഷർട്ടിനെ നമ്മൾ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, എലിമിനേറ്റ് ചെയ്തിട്ടാണ്, ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് മറ്റേ വേരിയബിളിനെ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ രണ്ട് ഇക്വേഷൻ ഫൈൻഡ് ചെയ്തു. ഒന്നും കൂടി പറഞ്ഞുതരാം. രണ്ട് ഇക്വേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്തു. എന്നിട്ട് രണ്ട് ഇക്വേഷനെയും ആദ്യത്തെ വേരിയബിൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സിമിലർ ആയിട്ടുള്ള എമൗണ്ട് വെച്ചിട്ട് രണ്ട് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അതായത് ഇവിടെ വരുന്നതിനെ ഇങ്ങോട്ടും ഇവിടെ വരുന്നതിനെ ഇങ്ങോട്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ 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 അല്ലേ? ഇത്ര ഓക്കെ അല്ലേ? എന്നിട്ട് ഇത് എന്ത് ചെയ്തു? ഈ ഇക്വേഷൻ, മേലത്തെ ഇക്വേഷൻ അടുത്ത ഇക്വേഷൻ ലെസ് ചെയ്യുക. ഇവിടെ ഒന്നുമില്ല. ഓക്കെ, പ്ലസ് 45t മൈനസ് 20t, അപ്പോൾ 25t. ഓക്കെ, സിക്കൽ ടു 1800 മൈനസ് 900, അപ്പോൾ 900. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ടി ഫൈൻഡ് ചെയ്തൂടെ? therefore t is equal to 900 divided by 25 is equal to 900 divided by 25, 36 അല്ലേ? 36. അപ്പോൾ ടി എന്തായിട്ട് കിട്ടി? 36 ആയിട്ട് കിട്ടി. ഓക്കെ, ടി നമുക്ക് 36 ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഇക്വേഷനിൽ ടീനെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ടീനെ ഇട്ട് കൊടുക്കുക. അതായത് ഇപ്പൊ നമ്മൾ ഈ ഇക്വേഷനിലാണ് ഇട്ട് കൊടുക്കുന്നത്, ക്ലോത്തിന്റെ ഇക്വേഷനിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3s plus 2 into 36 is equal to 90. 2 into 36 എത്ര? 72. 3s plus 72 is equal to 90. 3s is equal to ഈ പ്ലസ് 72 ഇപ്പുറത്ത് പോകുമ്പോൾ 90 മൈനസ് 72. ഓക്കെ, 90 മൈനസ് 72 എത്ര വരുന്നത്? 18 അല്ലേ? 18 അല്ലേ വരുന്നത്? അപ്പോൾ 3s ഈസ് ഈക്വൽ ടു 18 കിട്ടി. s ഈസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 6 കിട്ടി. ഓക്കെ, അപ്പോൾ രണ്ട് വേരിയബിളിനെയും നമ്മൾ എന്ത് ചെയ്തു? ഫൈൻഡ് ചെയ്തു. ഓക്കെ, അതായത് നമ്മളുടെ ഫൈനൽ ആൻസർ ആയിട്ട് എന്താ വരിക? 6 ഷർട്ട്സ് ആൻഡ് 36 ടീഷർട്ട്സ്. ഓക്കെ, രണ്ട് വേരിയബിളിനെ ഫൈൻഡ് ചെയ്തു. ഇതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ ആണോ? ഇത് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ ആണോ? ഈ അവേഴ്സും അതെ ഈ അതെ 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 മെറ്റീരിയലും യൂസ് ചെയ്തിട്ട് കിട്ടുന്നത്? മാക്സിമം. ഓക്കെ, ദാറ്റ്സ് പ്രൊഡക്ഷൻ ഓക്കെ. പ്ലാൻ. ഓക്കെ, അതാണ് നമ്മൾ ഇതില് ഈ റാങ്കിങ്ങോ അങ്ങനെ ഒന്നും ഒന്നുമില്ല. ഫൈൻഡ് ഔട്ട് ചെയ്യുന്നില്ല? ഇല്ല ഇല്ല ഇല്ല, കാരണം റാങ്ക് ചെയ്യാൻ പറ്റൂല. സാർ ഇതൊന്ന് എഴുതിയെടുക്കും. ഓ ഷുവർ ഷുവർ ഷുവർ. ഒരിക്കലും റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് വേരിയബിളിന് രണ്ട് രീതിയിലായിരിക്കും റാങ്ക് വരിക. അപ്പൊ രണ്ട് ഏതിനെ അനുസരിച്ചിട്ട് ആ റാങ്ക് എടുക്കാൻ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ഓക്കെ, ഡിഫറെന്റ് റാങ്ക് ആയിരിക്കും കിട്ടുക. അത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ടൈപ്പിൽ മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ഫാക്ടറിൽ വരുന്ന എല്ലാ ക്വസ്റ്റിനും ഈ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാൻ കഴിയും? പറയാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു വലിയൊരു കാര്യം പറയും. ഓക്കെ, മനസ്സിലാക്കാം. പ്രോപ്പറായിട്ട് എല്ലാ സാർ മെത്തേഡും നിങ്ങൾ ഇതിന്റെ പഠിക്കണം. ഓക്കെ, പ്രോപ്പറായിട്ട് സാർ ഇതിന്റെ മുന്നത്തെ പേജ് എഴുതിയെടുത്തോളൂ. ഓക്കെ, എന്നിട്ട് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ത്രൂ പറയാം. ഓക്കെ, അതും പറയാം. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അല്ലേ, അതും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ MCQയിൽ എങ്ങനെയാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാന്ന് പറയാം. ഒക്കെ ഈ സിമിലർ ക്വസ്റ്റ്യനിൽ തന്നെ കാണിക്കൂട്ടോ.
ചെയ്തിട്ടുണ്ടോ? എഴുതി കഴിഞ്ഞാൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ. ഈ സർ പേജ് നെക്സ്റ്റ് കഴിഞ്ഞു സർ. മുബഷിറക്ക് ആൽജബ്രിക് മെത്തേഡ് ടഫായിട്ട് തോന്നുന്നുണ്ടോ? സർ ഇത് ഇപ്പൊ സാർ പറഞ്ഞു തന്നെ എനിക്ക് ഇതൊന്ന് വേറെ ചെയ്യണം. ഓക്കെ ഞാനായിട്ട് ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പായി ചെയ്താലേ എനിക്ക് മനസ്സിലാവും. ഓക്കെ 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 ഓക്കെ. ഇനി സെയിം സാധനം ഗ്രാഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഫോർമുലേറ്റ് ചെയ്ത ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഇക്വേഷന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ട് ഒരു പോയിന്റ് കിട്ടും. ഓക്കെ. അപ്പോൾ ആ പോയിന്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ അപ്പോൾ ഒരു ആൻസർ കിട്ടും. ഓക്കെ. ഗ്രാഫിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്, അതായത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫിൽ മാർക്ക് ചെയ്യും. അതായത് ഒരു ഭാഗത്ത് ഷർട്ടും ഒരു ഭാഗത്ത് ടീഷർട്ടും ആയിരിക്കും. അപ്പോൾ ഷർട്ടിൽ ഇപ്പൊ 3 ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ടീഷർട്ടിൽ വേറൊരു ഇത് ഉണ്ടാവും. അങ്ങനെ പോകുന്ന ലൈന്. ഓക്കെ. ആ ഒരു ലൈന എവിടെയാണോ ഇതായിട്ട് വരുന്നത് അവിടെ എന്താവും, ആ ഒരു പോയിന്റ് ആണ് എന്തായിട്ട് വരുന്നത്, ഗ്രാഫിക്കൽ മെത്തേഡിൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അത് കറക്റ്റ് ആയിട്ട് കിട്ടും. അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നത്. പക്ഷെ നമുക്ക് എക്സാമിനൊന്നും പറ്റൂലല്ലോ. ആൽജബ്രിക് മെത്തേഡൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. ആ ഒരു പ്രോസസ്സ് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റാൻഡം നമ്പേഴ്സ് വെച്ചിട്ട് 2 ഇക്വേഷൻ ബിൽഡ് ചെയ്യും. റാൻഡം നമ്പേഴ്സ് വെച്ചിട്ട് ഇക്വേഷൻ ബിൽഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് നോക്കുക. ഓക്കെ. ആൻസർ കിട്ടും. അത്രേ ഉള്ളൂ. എഴുതി കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? യെസ്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അടുത്തത് ബി, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ എഗെയിൻ നമ്മൾ മേലോട്ട് പോയിട്ട് ഈ ഒരു ഇക്വേഷൻ എടുക്കുക. ഓക്കെ. ഇക്വേഷൻ ഫസ്റ്റ് 2 സ്റ്റെപ്പിൽ ഒരു മാറ്റമില്ല കേട്ടോ. ഇക്വേഷൻ ജനറേറ്റ് ചെയ്താൽ ഇനിയിപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിലാണെങ്കിലും ഏത് മെത്തേഡിലാണെങ്കിലും ഇക്വേഷൻ ജനറേറ്റ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് ഈ ഒരു ഇക്വേഷന് ലൈക്ക് ഈ മേലത്തെ ഇക്വേഷനല്ലേ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ഈ ഇക്വേഷന് വേറെ രീതിയിലും പറയാം. അതായത്
എസ് ഈസിക്കൽ ടു ഈ 2t ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഓക്കെ, 2t ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പ്ലസ് ഉള്ള എന്താവും? മൈനസ് ആവും. 90 മൈനസ് 2t. അതുപോലെ തന്നെ ഈ 3 എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യാണ്. അതിനെ ഈസിക്കൽ ടു പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. ഓക്കെ, ഡിവൈഡഡ് ബൈ 3. ഇതാണ് എന്ത്? എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത്? എസ് എന്ന് പറയുന്നത്. മുബിഷിറ ഓക്കെ അല്ലേ? ഓക്കെ സർ ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? അതായത് എസ് എന്താന്നുള്ളത് നമ്മൾ പ്രോപ്പർലി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇനി 10s ഉള്ളിടത്തൊക്കെ എന്ത് ചെയ്യുക? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതായത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇൻറ്റു എസ് ഇവിടെ 10s എന്നല്ലേ, അപ്പോൾ എസ് ഉള്ളിടത്ത് എന്ത് ചെയ്യുക? 90 മൈനസ് 2t ഡിവൈഡഡ് ബൈ 3 എന്ന് നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് 15t ഈസിക്കൽ ടു 600. ഓക്കെ, ഈസിക്കൽ ടു 600 എന്നുള്ളത് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഇക്വേഷനെ നമ്മൾ പ്രോപ്പറായിട്ട് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? ഇവിടെ ടി കിട്ടും. ഓക്കെ, ടി കിട്ടും. ഓക്കെ, അപ്പോൾ അത് നോക്കാം. 10 ഇൻറ്റു 90 മൈനസ് 2t. ഓക്കെ, ഈസിക്കൽ ടു ഈ 3 എന്ത് ചെയ്തു? നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ 3യെയും ഈ 15t നമ്മൾ എന്ത് ചെയ്തു? ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ലൈക്ക് 3 ഇൻറ്റു ഡിവിഷനിലുള്ളത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ഓക്കെ, 3 ഇൻറ്റു 600 മൈനസ് 15t ആയി. കാരണം ഇവിടെ പ്ലസ് ഉള്ളത് എന്ത് ചെയ്തു? ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. ഓക്കെ ഓക്കെ, ജസ്റ്റ് മാത്തമാറ്റിക്സ്. ഓക്കെ, ഇതിലൊന്നും നമുക്ക് CMAക്ക് ഒരു ഇതുമില്ല. ഓക്കെ, ഒരു ബന്ധമില്ല. മാത്തമാറ്റിക്സിനെ ബന്ധമുള്ളൂ. ഓക്കെ, അപ്പോൾ 10 ഇൻറ്റു 90 മൈനസ് 2t. ഓക്കെ, 10 ഇൻറ്റു 90 മൈനസ് ഇത് 90 മൈനസ് 2t. ഈ ഡിവിഷനിലുള്ളതിനെ നമ്മൾ ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അതേപോലെ തന്നെ പ്ലസ് 15t നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇതാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 10 ഇൻറ്റു 90. 10 ഇൻറ്റു 90 എത്ര? 900. ഓക്കെ, അതുപോലെ തന്നെ 10 ഇൻറ്റു മൈനസ് 2t. ഓക്കെ, 10 ഇൻറ്റു മൈനസ് 2t 20t മൈനസ് 20t ഈസിക്കൽ ടു 3 ഇൻറ്റു 600. 3 ഇൻറ്റു 600 1800. ഓക്കെ, അതുപോലെ തന്നെ 3 ഇൻറ്റു 15 മൈനസ് 45t. ഓക്കെ, ഇനി ഇതിനെന്ത് ചെയ്തു? ഈ മൈനസ് ഉള്ളത് ഒക്കെ, അതായത് ടി ഉള്ളതൊക്കെ ഒരു ഭാഗത്തേക്കും അതുപോലെ തന്നെ എമൗണ്ട് ഫുള്ള് ഒരു ഭാഗത്തേക്കും കൊണ്ടുവരാം. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്തു? ഈ 45t ഇങ്ങോട്ടും അതുപോലെ തന്നെ ഇങ്ങോട്ടും അതുപോലെ തന്നെ ഈ 900 പുറത്തേക്കും. ഇതിന്റെ സൈൻ മറക്കരുത് കേട്ടോ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. ഈ 45 മൈനസ് 45 ആണ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? പ്ലസ് 45 ആവും. അതായത് പ്ലസ് 45 മൈനസ് 20 പ്ലസ് 45t ആണ് കേട്ടോ. മൈനസ് 20t ഈസിക്കൽ ടു 1800. ഇതെന്താണ്? ഇവിടെ പ്ലസ് ആയിരുന്നു, പ്ലസ് 900 ആയിരുന്നു. അത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് 900 ആവും. മൈനസ് 900. ഓക്കെ, അതായത് 25t ഈസിക്കൽ ടു 900. t ഈസിക്കൽ ടു 900 ഡിവൈഡഡ് ബൈ 25 ഈസിക്കൽ ടു 36. ഇനി ഈ 36 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പുറത്തിട്ട് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? എസ് കിട്ടും. എന്നിട്ട് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യും? ഫൈനൽ ആൻസർ ആയിട്ടുള്ള 6 ഷർട്ട് ആൻഡ് 36 t-ഷർട്ട് എന്നുള്ളത് കിട്ടും. ഓക്കെ അല്ലേ? ഏതാ ഈസി ആയിട്ട് തോന്നിയത്? എലിമിനേഷൻ ആണോ സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ? എലിമിനേഷൻ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആ. ഓക്കെ, എന്തായാലും എല്ലാം നോട്ടിൽ എഴുതി വെക്കുക. ഓക്കെ, പ്രോപ്പറായിട്ട് നോട്ടിൽ എഴുതി വെക്കുക. ഓക്കെ, എന്താണ് നമ്മളെന്താ ചെയ്തത്? നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെ ഒന്ന് എസ് എന്താന്ന് നമ്മൾ എന്ത് ചെയ്തു? പ്രിസൈസ് ആയിട്ട് ഒരു ഇക്വേഷൻ ആയിട്ട് ഇട്ടു. എന്നിട്ട് അതെന്ത് ചെയ്തു? സെക്കൻഡ് ഇക്വേഷനിൽ ആ എസ് വരുന്നിടത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ അല്ലേ? എസ് വരുന്നിടത്ത് ആ ഒരു എസിന്റെ ഇക്വേഷൻ എന്താന്നുള്ളത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇതൊന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ MCQയിൽ എങ്ങനെ ട്രയൽ ആൻഡ് എറർ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ.
എഴുതി കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ പറയാം. സാർ ഇതിന്റെ ആ ബാക്കിയും കൂടി ഒന്ന് എഴുതിത്തരും. എങ്ങനെ? ഇതിന്റെ ആ കുറച്ച് ബാക്കിയും കൂടി ഇല്ലേ, നമ്മള് 6 എന്ന് എൻട്രി ബാക്കി കിട്ടുന്ന എന്താന്ന് ആ വെച്ചാൽ ഒരു ഇതും കൂടി. സിമിലർ തന്നെ, ലൈക്ക് ഇവിടെ ചെയ്തത് തന്നെ, നമ്മൾ നേരത്തെ എലിമിനേഷനിൽ ചെയ്തത് തന്നെയാണല്ലോ. ഈ ഒരു സെയിം സാധനം തന്നെ. കാരണം ഓക്കെ. അതൊരു ഇക്വേഷനിലോട്ട് ഇടാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, എന്നിട്ട് ആ സെയിം മെത്തേഡ് തന്നെയാണ് വരിക. ഓക്കെ, സിമിലർ സ്റ്റെപ്പ് തന്നെ, സിമിലർ ആയിട്ട് അത് അതേപോലെ എഴുതി വെച്ചാൽ മതി. വൺസ് ഒരു ഇക്വേഷനിൽ ഒരു സാധനം കിട്ടിയാൽ അതെന്ത് ചെയ്യുക, നമ്മൾ ജനറേറ്റ് ചെയ്ത ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇതിലുള്ള കഴിഞ്ഞിട്ടുണ്ടോ? ഒരു വേരിയബിളിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള 2 മെത്തേഡ് ആണില്ലല്ലോ സാർ. അതെ, ഒരു വേരിയബിളിനെ ഫൈൻഡ് ചെയ്യാൻ. അതായത് ഇപ്പോ ഈ ഒരു ആൽജബ്രിക് മെത്തേഡ് തന്നെ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമുക്ക് 2 അൺനോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നീ ആൽജബ്രിക് മെത്തേഡിൽ തന്നെ ഈ ഒരു അൺനോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈൻഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു അൺനോൺ ഉണ്ട്, 2 അൺനോൺ ഉണ്ടായിരുന്നു, അതിലൊന്ന് നമുക്കറിയാം, എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇതും എന്താണ്, ആൽജബ്രിക് മെത്തേഡാണ്. ഇക്വേഷൻ ജനറേറ്റ് ചെയ്ത് ചെയ്യുന്നതൊക്കെ എന്താണ്, ആൽജബ്രിക് മെത്തേഡാണ് കേട്ടോ. എഴുതി കഴിഞ്ഞിട്ടുണ്ടോ? എന്താ അവസ്ഥ? കഴിഞ്ഞിട്ടുണ്ട്. സാർ ഓക്കെ, ഇനി ട്രയൽ ആൻഡ് എറർ. ഓക്കെ, അതായത് ഇതെന്താണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ് കേട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് എവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? MCQവിൽ മാത്രമേ യൂസ് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, ഇതിന്റെ പേരെന്താണ്? ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നമുക്കിതിനെ PC മെത്തേഡ് എന്ന് വിളിക്കാം. ഓക്കെ, PC മെത്തേഡ്. കാരണം ഇതിന്റെ P എന്ന് പറയുന്നത് എന്താണ്? പോസിബിലിറ്റി. അതുപോലെ തന്നെ C എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇത് രണ്ടും നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, PC മെത്തേഡ്. ഇത് രണ്ടും നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, പോസിബിലിറ്റിയും കോൺട്രിബ്യൂഷൻ മാർജിനും. ഓക്കെ, കോൺട്രിബ്യൂഷൻ മാർജിനും. ഓക്കെ, കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, കോൺട്രിബ്യൂഷൻ മാർജിനും. ഓക്കെ, പറയട്ടെ, നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ ഒന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം. ഓക്കെ,
ഓക്കെ. ക്വസ്റ്റ്യൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് ഓപ്ഷൻ ആണല്ലോ, എന്നാലല്ലേ നമുക്ക് MCQ പോലെ ആവുള്ളൂ. ഓപ്ഷൻസ് ആണ് എഴുതുന്നത്. എ 30 ഷർട്ട് 10 ടീഷർട്ട്. ബി 6 ഷർട്ട് 36 ടീഷർട്ട്. അതുപോലെ തന്നെ സി ആയിട്ട് 20 ഷർട്ട് 115 ടീഷർട്ട്. അതുപോലെ തന്നെ ഡി 25 ഷർട്ട് അതുപോലെ തന്നെ 25 ടീഷർട്ട്. ഓക്കെ ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കറിയാം നമ്മളുടെ ആൻസർ എന്താണ്, നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ആൻസർ എന്താണെന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാം. എങ്ങനെ ഈ ഒരു മെത്തേഡിൽ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് പോസിബിലിറ്റിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് PC മെത്തേഡ്. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കും, പോസിബിലിറ്റിയും കോൺട്രിബ്യൂഷൻ മാർജിനും. കോൺട്രിബ്യൂഷൻ മാർജിൻ നിറുന്നുള്ളൂ. ഓക്കെ, കോൺട്രിബ്യൂഷൻ മാർജിനും പോസിബിലിറ്റിയും നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോ പോസിബിലിറ്റി, ഫസ്റ്റ് ഓപ്ഷന്റെ പോസിബിലിറ്റി എന്താണ്, അത് നമ്മൾ എങ്ങനെ നോക്കുന്നത് എന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ എങ്ങനെ നോക്കുന്നത്, 30 ഷർട്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷനിൽ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷനിൽ എന്താണ്, 30 ഇൻറ്റു ഷർട്ടിന്റെ എത്ര മീറ്റർ, 3 മീറ്റർ. ഓക്കെ, അതായത് ഇവിടുത്തെ 3 മീറ്റർ. ഓക്കെ, 30 ഷർട്ടിന്റെ മീറ്റർ പ്ലസ് 10 മീറ്റർ ടീഷർട്ട്, അല്ല 10 ഹവർ, 10 ഹവർ ആ ഷർട്ടിന്റെ തന്നെ, അല്ല ഒരു മിനിറ്റ്, 10 മീറ്റർ എന്നല്ലേ, 30 10 ഇൻറ്റു, ക്ലോത്ത് ആണെങ്കിൽ 10x2 ആണല്ലോ വരുന്നത്. അതെ 10 10 ഇൻറ്റു 2 2 ആണ്. 2 മീറ്റർ. ഓക്കെ, 2 മീറ്റർ ക്ലോത്ത്. ഓക്കെ, മീറ്റർ ആണ്, ജസ്റ്റ് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയി. ഓക്കെ, 2 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ടോട്ടൽ നമുക്ക് എത്ര കിട്ടുക, 30 ഇൻറ്റു 3 90. ഓക്കെ, അതുപോലെ തന്നെ 10 ഇൻറ്റു 2 20. ഇത് എത്ര ടോട്ടൽ വരുന്നത്, 1 ടൺ മീറ്റർ വരുന്നുണ്ട്. നമുക്ക് 1 ടൺ മീറ്റർ അവൈലബിൾ ആണോ, അവൈലബിൾ അല്ലല്ലോ. അപ്പൊ എന്താണ്, ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, ഫസ്റ്റത്തെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തെറ്റാന്ന് മനസ്സിലായി. ഓക്കെ ഓക്കെ, അപ്പോ രണ്ടാമത്തെ ഇക്വേഷനിൽ ഇത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനിയിപ്പോ അതായത് 30 ഇൻറ്റു 10 ഹവർ, അതുപോലെ തന്നെ ആ രീതിയിലും ചെയ്യാം. ഓക്കെ, ഇത് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് 90 ഹവറിന്റെ ഉള്ളിലാണ് ഇവിടെ വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, നെക്സ്റ്റും നോക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ അവിടെ നിൽക്കട്ടെ, ഓൾറെഡി നമുക്ക് ആൻസർ അതാന്ന് അറിയാലോ. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് തേർഡ് ഓപ്ഷനിലോട്ട് പോകാം. ഓക്കെ, തേർഡ് ഓപ്ഷനിലോട്ട് പോകാം. ഓക്കെ, തേർഡ് ഓപ്ഷനിൽ 20 ഇൻറ്റു 3 മീറ്റർ പ്ലസ് 15 115 ഓർത്ത് 15 ആണ് കേട്ടോ, 15 ഇൻറ്റു എത്ര മീറ്റർ, 2 മീറ്റർ. ഓക്കെ, എന്താ വരിക, 20 ഇൻറ്റു 3 എത്ര വരുന്നത്, 20 ഇൻറ്റു 3 60, 15 ഇൻറ്റു 2 30, അപ്പൊ 90 മീറ്റർ. കറക്റ്റ് ആണ്, 90 മീറ്റർ ഉണ്ട്, അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇത് ഓക്കെ ആണ്. ഇനി രണ്ടാമത്തതോ, 20 ഇൻറ്റു എത്ര ഹവർ ആയിരുന്നു, 20 ഇൻറ്റു 10 ഹവർ. ഓക്കെ, പ്ലസ് അതുപോലെ തന്നെ 15 ഇൻറ്റു എത്ര ഹവർ ആയിരുന്നു, 15 ഹവർ, 15 ഇൻറ്റു 15 ഇസിക്കൽ ടു എത്ര വരുന്നത്, 20 ഇൻറ്റു 10, ഐ തിങ്ക് 425
425 ഹവർ. ഓക്കെ, പോവുമല്ലോ, അത്ര അവൈലബിൾ ആണല്ലോ. ഓക്കെ, ഇനി എന്താണ്, ഇങ്ങനെ രണ്ടും പോസിറ്റീവ് ആയിട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രിബ്യൂഷൻ മാർജിൻ നോക്കണം. ഓക്കെ, രണ്ടും നമ്മളെ ഡിമാൻഡിന്റെ ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കോൺട്രിബ്യൂഷൻ മാർജിൻ നോക്കും. ഓക്കെ, അതെങ്ങനെയാണ് 20 ഇൻറ്റു നമുക്ക് എത്ര കോൺട്രിബ്യൂഷൻ കിട്ടും ഓൾറെഡി ഉള്ളത്, 20 ഇൻറ്റു ഷർട്ടിന് 8ഉം ടീഷർട്ടിന് 6ഉം. ഓക്കെ, 20 ഇൻറ്റു 8 പ്ലസ് ടീഷർട്ടിന് എത്രയായിരുന്നു, 15 ഇൻറ്റു 6 അല്ലേ, 6 അല്ലേ ക്വസ്റ്റ്യനിലുള്ളത്, 6. ഓക്കെ, അപ്പൊ അതിന്റെ ടോട്ടൽ എത്ര കിട്ടുന്നത്, ഐ തിങ്ക് 250 അല്ലേ, ഒന്ന് നോക്കിയേ. അല്ലേ. ഓക്കെ, അപ്പോ ഇതെന്താണ്, ഇതാണ് ഇവിടുത്തെ ഒരു പ്രോഫിറ്റ് കിട്ടുന്നത്. അതായത് 250 കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ബിയിലോട്ട് നമ്മൾ വരാം. ഓക്കെ, ബി എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് നമ്മൾ വരാം. അതിന് മുമ്പ് ഡി ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഡി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ സിന് എന്താണ്, സി ചാൻസ് ഉണ്ട്. ഓക്കെ, സി ആൻസർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 25 ഇൻറ്റു 3 പ്ലസ് 25 ഇൻറ്റു 2 എത്ര വരുന്നത്, 75ഉം ഇതിന്റെ മുകളിൽ പോയില്ലേ, 125 കിട്ടും, 125 മീറ്റർ. ഇതെന്താണ്, ഇത് ഇവിടെ തന്നെ തെറ്റാന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡിയും അല്ല എയും അല്ല, ഇനി ബി ആണോ സി ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഈ ഒരു മെത്തേഡ് എങ്ങനെയാന്നുള്ളതാണ് പ്രോപ്പർ ആയിട്ട് പറയുന്നത്. ഓക്കെ, 6 ഇൻറ്റു 3 മീറ്റർ പ്ലസ് 36 ഇൻറ്റു 2 മീറ്റർ ഈസിക്കൽ ടു എത്ര കിട്ടുന്നത്, 90 മീറ്റർ. ഓക്കെ, അതുപോലെ തന്നെ 6 ഇൻറ്റു 10 ഹവർ പ്ലസ് 36 ഇൻറ്റു 15 ഹവർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 600 ഹവർ എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും ഓക്കെ ആണ്. ഓക്കെ, ഇനി കോൺട്രിബ്യൂഷൻ മാർജിനും കൂടെ നോക്കണം. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇതിൽ ഏതിനാണോ കിട്ടുന്നത് അതാണ് എന്ത്, നമ്മളുടെ ആൻസർ. ഓക്കെ, ഓക്കെ, അതാണ് പോസിബിലിറ്റിയും കോൺട്രിബ്യൂഷൻ മാർജിനും, PC മെത്തേഡ്. ഓക്കെ, ഇതിന്റെ കോൺട്രിബ്യൂഷൻ മാർജിൻ 6 ഇൻറ്റു 8ഉം 6 ഇൻറ്റു 8ഉം പ്ലസ് 36 ഇൻറ്റു 6ഉം എത്ര കിട്ടുന്നത്, 264. ഓക്കെ, 264. ഇതിലേറ്റവും കൂടുതലുള്ളത് ഏതാ, ഓപ്ഷൻ ബി. അതുകൊണ്ടാണ് അത് ആൻസർ ആയത്. ഓക്കെ, ഇതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഓക്കെ അല്ലേ, ഓക്കെ ആണോ, ഓരോ ഓപ്ഷനും നോക്കണം. രണ്ട് ഓപ്ഷന് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം എപ്പോഴും രണ്ട് ഓപ്ഷന് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഒരു നോട്ട് ടൈപ്പ് ചെയ്ത് സെലക്ട് the possible option having select the possible option having highest contribution. ഹയസ്റ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഏതിനാണോ അതെന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഓക്കെ, അത് ജസ്റ്റ് ഒരു നോട്ടാക്കി എഴുതുക. ഇത് പ്രോപ്പർ ആയിട്ട് എഴുതി വെക്കുക കേട്ടോ. ഇനി ഏതാ സിമ്പിൾ ആയിട്ട് തോന്നുന്നത്, മുബഷിർ പറഞ്ഞ ഏതാണ് ഈസി, ഏത് മെത്തേഡാ? ഇത് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഓക്കെ, ഇത് പക്ഷെ എലിമിനേഷനും ഓക്കെ ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴും അങ്ങോട്ട് കൺവേ ആയിട്ടില്ല. ഓക്കെ, ഓക്കെ, ഓക്കെ. ആരാധന പറഞ്ഞേ, ഫസ്റ്റ് മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ശിവാനിയോ? സാർ ഈ മെത്തേഡ് മനസ്സിലാവുന്നുണ്ട്, ബട്ട് ഇത് കുറച്ച് എനിക്ക് ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നി. മീൻസ് ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞാൽ പെട്ടെന്ന് ആൻസർ പെട്ടെന്ന് കിട്ടുന്നു, ബാക്കി രണ്ട് മെത്തേഡ് ചെയ്തു വരുമ്പോ തന്നെ കുറെ സമയം എടുക്കുന്നു. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പോ വരും ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ,
ഈ ഒരു നോട്ട് പ്രോപ്പറായിട്ട് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ ആണോ? എഴുതി കഴിഞ്ഞിട്ടുണ്ടോ? Done? ആരാധന ഇല്ല. ശിവാനി എഴുതി കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ. കഴിഞ്ഞോ ആരാധന? ഓക്കെ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഓക്കെ. ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. ദ മിക്സ് ആൻഡ് മാച്ച് കമ്പനി ഹാസ് ടു പ്രോഡക്ട്സ്. രണ്ട് പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ. എക്സും വൈയും ദാറ്റ് ഇറ്റ് മാനുഫാക്ചേഴ്സ് ത്രൂ ഇറ്റ്സ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്. പ്രൊഡക്ഷൻ ഫെസിലിറ്റി യൂസ് ചെയ്തിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. രണ്ടിൻ്റെയും കോൺട്രിബ്യൂഷൻ മാർജിൻ തന്നിട്ടുണ്ട്. എക്സിൻ്റെയും വൈൻ്റെയും കോൺട്രിബ്യൂഷൻ മാർജിൻ തന്നിട്ടുണ്ട്. രണ്ടും ഈച്ച് പ്രോഡക്റ്റ് യൂസസ് മെറ്റീരിയൽ എ ആൻഡ് ബി. രണ്ട് പ്രോഡക്റ്റും യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് പ്രോഡക്റ്റും മെറ്റീരിയൽ എയും ബിയും യൂസ് ചെയ്യുന്നുണ്ട്. Product X uses 3 pounds of material A, while product Y uses of 6 pounds. Okay. Product X requires 6 feet of material B and product Y uses 4 feet. Okay. The company can only purchase 600 pounds of material A and 880 feet of material B. കൺസ്ട്രെയിൻഡ് ആണ്. രണ്ട് മെറ്റീരിയൽ ഉണ്ട്. രണ്ട് മെറ്റീരിയലും കൺസ്ട്രെയിൻഡ് ആണ്. ഒന്ന് ഫീറ്റിലാണ്, ഒന്ന് പൗണ്ട്സിലാണ്. ഓക്കെ. എന്താ മുബഷിറക്ക് എന്താ വരും? ഇല്ല സർ, ഞാൻ പൗണ്ട് എന്നൊക്കെ വന്നപ്പോ അത് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഇല്ല 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 ഇല്ല. രണ്ട് മെറ്റീരിയലും എന്താണ്? രണ്ട് മെറ്റീരിയൽ ആണുള്ളത്. രണ്ട് മെറ്റീരിയൽ എന്താണ്? കൺസ്ട്രെയിൻഡ് ആണ്. ഓക്കെ. മെറ്റീരിയൽ എയും മെറ്റീരിയൽ ബിയും രണ്ട് ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ. രണ്ട് മെറ്റീരിയലും കൂടി യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റ് എക്സും വൈയും ഉണ്ടാക്കുന്നത്. ഇത്രയും മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ 600 പൗണ്ട്സ് ഓഫ് മെറ്റീരിയൽ എയും അതുപോലെ തന്നെ 880 ഫീറ്റ് ഓഫ് മെറ്റീരിയൽ ബിയും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ. കൺസ്ട്രെയിൻഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ്, ഏതാണ് ഡിറ്റർമൈൻ ഒപ്റ്റിമൽ മിക്സ് ഓഫ് പ്രോഡക്റ്റ്, ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളതെന്ന് ഫൈൻഡ് ചെയ്യാം. ഓക്കെ.
ആൻസർ ചാറ്റ് ബോക്സിൽ ഇടാം, ഞാൻ നിസ്കരിച്ചു തരാം. ഓക്കെ.
ആരാധന, ശിവാനി കറക്റ്റ് ആണ് കേട്ടോ. രണ്ടാളും കറക്റ്റ് ആണ്. കേൾക്കുന്നില്ലേ? സാർ എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. എന്തു ഉം. പറ്റി? മുബഷിറ ഞാൻ ജനറേറ്റ് ചെയ്ത് എലിമിനേഷൻ ഇക്വേഷൻ ഒന്ന് അയച്ച്. ഇക്വേഷൻ ബേസ് ചെയ്തിട്ടല്ല, ട്രയൽ ആൻഡ് എറർ ആണോ ചെയ്ത്? ഇക്വേഷൻ ബേസ് ചെയ്തോ? അല്ല, ഇക്വേഷനാ ചെയ്യാൻ. ഓക്കെ, ഒന്ന് അയച്ചേ, ഇക്വേഷൻ അയച്ചേ. എയും ബിയും ആണ് രണ്ട് മെറ്റീരിയൽ. അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ വെച്ചാൽ ഏതാ എലിമിനേഷൻ മെത്തേഡാ ചെയ്ത്? ഓക്കെ, രണ്ടാമത്തെ വെക്കാം. അതും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്കാ. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത്? സാറ് പറഞ്ഞു തന്ന പോലെ തന്നെ ക്രോസ് ചെയ്തിട്ട് ചെയ്യാൻ ട്രൈ ചെയ്ത്, പക്ഷെ ആ, അവിടുന്ന് നെഗറ്റീവ് ഒക്കെ ആവുന്നുണ്ടോ എന്ന് തോന്നിയിട്ട് അവിടെ സ്റ്റക്കായി. നെഗറ്റീവ് ഒക്കെ ആവുന്നുണ്ടോന്നോ? ആ, അതായത് നമ്മൾ നേരത്തെ സബ്സ്ട്രാക്ട് ചെയ്തില്ലായിരുന്നു സർ എലിമിനേഷൻ അതെ മെത്തേഡില്. അതെ. നമുക്ക് ഹയസ്റ്റ് ഫിഗറിന്ന് ലോവസ്റ്റ് ഫിഗറിലേക്കല്ലേ സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇവിടെ അത് അത് ഹയസ്റ്റ് ഫിഗർ പറ്റുന്നില്ല. ഏതിലാണോ വരുന്നത് അത് മേലെ ഇടുക. ഇക്വേഷൻ ഓക്കെ അത്രേ സർ, ഉള്ളൂ. ഓക്കെ. അവിടെ വെച്ചിട്ട് നിന്നു. അപ്പൊ അത് ഇങ്ങനെയാ വരാന്നുള്ള ഒരു രീതിയിൽ ഓക്കെ, അത്രേ ഒന്ന് ചെയ്ത് ഉള്ളത്. നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ചെയ്തോക്ക് ചെയ്തോക്ക്. ആ രീതിയിലൊന്നും ഡൗട്ട് ഉണ്ടാവേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അത് ആൽജബ്രിക് മെത്തേഡ് ഒന്ന് പരിചയമാവാത്തോണ്ടുള്ള പ്രശ്നമാണ്. ഓക്കെ, കാരണം നമ്മളില്ലേ നേരത്തെ ചെയ്തപ്പോൾ ഈ ഒരു പ്രശ്നം വരുമായിരുന്നു. നോക്കിയേ, ഒരു മിനിറ്റ്, ഈ ഒരു പ്രശ്നം വരുമായിരുന്നു. എന്തുകൊണ്ട് അത് വന്നില്ല? ഞാൻ ഹയസ്റ്റ് ആയിട്ടുള്ളതാണ് മേലെ എടുത്തിട്ടുള്ളത്. ഓക്കെ, കണ്ടോ ഇവിടെ ഈ ആരോ മാർക്ക്. ഓക്കെ, ഏതാണോ ഹയസ്റ്റ് ആയിട്ടുള്ളത് മേലെ എടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അതിലൊക്കെ അത്ര കൺസേൺഡ് ആയിട്ട് അത്രയും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനമല്ല മാത്സ് എന്നുള്ളത്. ഓക്കെ, മാത്സിലൊരു നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ ഭയങ്കര ടെൻഷനാല്ലേ, ഒരു ഇക്വേഷൻ മേലെ വരുമ്പോ. ഓക്കെ, അത്ര ഒന്നും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനമല്ല മാത്സ്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള മാത്സ് കേട്ടോ. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട് മാത്സിൽ. എല്ലാവരും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണോ ചെയ്തത്? എലിമിനേഷൻ മെത്തേഡ് തന്നെ ശിവാനി? ഓക്കെ, ആരാധന എന്താണ് എലിമിനേഷൻ മെത്തേഡ് ആണോ? യെസ് സർ. ഓക്കെ, ബാക്കിയുള്ള രണ്ടാൾക്കാർ മറ്റേ മെത്തേഡും വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കട്ടോ. രണ്ട് മെത്തേഡും നോട്ടിൽ കാണണേ ഈ ഒരു ക്വസ്റ്റ്യന്. ഇനി ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്താലും കുഴപ്പമില്ല, സെയിം ആൻസർ തന്നെ കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഓക്കെ, കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ അതിലൊന്നും കൺഫ്യൂഷൻ പാടില്ല കേട്ടോ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. സാർ, ഓ, പറ. ആൽജിബ്രിക് ഒക്കെ എടുത്തും വിട്ടു ട്രയൽ ആൻഡ് സാർ. എറർ മെത്തഡ് യൂസ് ചെയ്തു, പക്ഷെ മൊത്തമായിട്ട് എല്ലാ ഓപ്ഷനും വേണ്ടിയിട്ടല്ല. കാരണം ഓൾറെഡി എനിക്ക് പ്രൊഡക്റ്റ് വൈഡ് ആദ്യം കിട്ടി. അപ്പോ ഓ, ഇത് തന്നെയാണോ എക്സ് തന്നെയാണോ 120 എന്ന് അറിയാനായിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ജസ്റ്റ് യൂസ് ചെയ്തു 120 വെച്ചിട്ട്. ഓക്കെ അങ്ങനെ ഓക്കെ ചെയ്യുമ്പോൾ എനിക്ക് 40 യൂണിറ്റ്സ് വൈ കിട്ടുന്നുണ്ടോ നോക്കി. അപ്പൊ അങ്ങനെ ഓക്കെ, ചെയ്തിട്ട് ഓരോ ഓപ്ഷൻസും അങ്ങനെ ചെയ്ത് നോക്കുക. ഓക്കെ, രണ്ട് രീതിയിലും നിങ്ങളുടെ നോട്ടിൽ ഉണ്ടായിരിക്കണം. ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി, പക്ഷേ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കുക. ഓക്കെ,
അതൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ട് ഇക്വേഷൻ ആണ്, ആൽജബ്രിക് മെത്തേഡാണ് പറയുന്നത് കേട്ടോ. ആൽജബ്രിക്കിൽ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ പറയാം. ഓക്കെ, എനിക്കും അതാണ് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിയത്. 3x plus 6y is equal to 600. 6x plus 4y is equal to 880. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, 6 വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യല്ലേ, 6 വെച്ചിട്ടും 3 വെച്ചിട്ടും മൾട്ടിപ്പിൾ ചെയ്തു. അതായത് 6 into 3x plus 6y is equal to 600. അതുപോലെ തന്നെ y നമ്മൾ എന്ത് ചെയ്തു, അതായത് b എന്ന് പറയുന്ന y അല്ല b എന്ന് പറയുന്ന 3 into 6x plus 4y is equal to 880. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 3 into 6 ഈ രീതിയിലല്ലേ കിട്ടുന്നത്. ഓക്കെ അല്ലേ? കാൽക്കുലേഷൻ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, ഈ രീതിയിലല്ലേ കിട്ടുന്നത്. ഓക്കെ, നേരത്തെ മുബഷിറക്ക് വന്ന പോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷൻ നേരെ തിരിച്ചിട്ടു. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഓക്കെ, പ്ലസ് 36 minus 12 24 y is equal to 960. Y is equal to 960 divided by 24 is equal to 960 divided by 24 40. 40 കിട്ടുന്ന y, therefore y is equal to 40. ഓക്കെ, y is equal to 40 ആണ് എന്നുണ്ടെങ്കിൽ 3x plus 6 into 40 is equal to 6 into 40 is equal to 600. 6 into 40 240. 3x plus 240 is equal to 600. 3x is equal to 600 plus 600 minus 600 minus 240. അപ്പോൾ 360 എന്ന് കിട്ടും. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ആൻസറിലോട്ട് ഇങ്ങനെ പോവാട്ടോ. ഓക്കെ, ഡയറക്റ്റ് ആൻസറിലോട്ട് പോവാ. എക്സ് ഈസ് ഈക്വൽ ടു 360 divided by 3 is equal to 360 divided by 3 120. ഓക്കെ, അപ്പോൾ 120 x and 40 y. ഇത് ഏത് ഓപ്ഷനിലാണ് വരുന്നത്? ഓപ്ഷൻ ഓക്കെ, ഓക്കെ അല്ലേ? നോട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോ ഈ ഒരു സിമിലർ ആയിട്ടുള്ള ഇക്വേഷന് ഇത് നമ്മൾ ഇവിടെ 0 ആക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ഓക്കെ, ഒരു എലമെന്റിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇവിടെ തന്നെ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്താണ്
ഏതെങ്കിലും ഒരു എലമെന്റ് എലിമിനേറ്റ് ആവും. ഓക്കെ, 2 × 3 അതുപോലെ തന്നെ 2 × 6. ഓക്കെ, ആ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു എലമെന്റ് എലിമിനേറ്റ് ആവും. ഓക്കെ, നോക്കുക. ഓക്കെ, എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടല്ലോ? യെസ് സർ. എഴുതി കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ തന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് ട്രയൽ ആൻഡ് എറർ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ട്രയൽ ആൻഡ് എററിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ട്രയൽ ആൻഡ് എററിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഡിഫറെന്റ് ആൻസേഴ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ട്രയൽ ആൻഡ് എററും അതുപോലെ തന്നെ ആൾജിബ്രിക് മെത്തേഡും. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പറയാം. 40 × 3 + 120 × 6 എത്ര കിട്ടുന്നത്? 840. 840 ഉണ്ടോ അവൈലബിൾ ആയിട്ട്? ഇല്ലല്ലോ. 600 ഫോംസ് അല്ലേ ഉള്ളൂ മെറ്റീരിയൽ. 600 ഉള്ളൂ. ഇല്ല. ഇപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ഒഴിവാക്കി. ഓപ്ഷൻ എ തെറ്റ്. ഓക്കെ, ഇനി ഓപ്ഷൻ ബി നോക്കാം. 0 × 3 അതേപോലെ തന്നെ 100 × 6. 0 × 3 0 ആയിട്ട് ഏത് മൾട്ടിപ്ലൈ ചെയ്താലും അത് 0 ആയിരിക്കും. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 600 കിട്ടി. അപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ 0 × എത്ര വരുന്നത്? 0 × ഒരു മിനിറ്റ്. 0 × 6 അവിടെ 0 ആയി. അതുപോലെ തന്നെ 100 × 4 100 × 4 അപ്പോൾ 400 അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി എന്താണ്? കോൺട്രിബ്യൂഷൻ നോക്കാം. 100 × 25 കോൺട്രിബ്യൂഷൻ 2500. ഓക്കെ, 2500 കേട്ടോ. അത് അപ്ലിക്കബിൾ ആണ്. ഇനി അടുത്തത് നോക്കാം. 146 × 3. ഓക്കെ, നോക്കണ്ട. എത്ര കിട്ടുന്നത്? 438. ഓക്കെ, അതുപോലെ തന്നെ 146 × 6 അതുപോലെ 876. ഓക്കെ, രണ്ടും എന്താണ്? അപ്ലിക്കബിൾ ആണ്. 600 850 ഇടയിലാണ് 46. മറ്റേത് 0 ആയതുകൊണ്ട് എന്തിനാണ്? എക്സിന്റെ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, എക്സിന് എത്രയാണ് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്? 50. 2190. ഇതും എന്താണ്? ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കും കൂടി ചെയ്ത് നോക്കിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കേൾക്കുന്നുണ്ടല്ലോ? നെറ്റ് ചെറുതായിട്ടൊന്ന് കട്ടായി. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, യെസ് സർ. ഓക്കെ. അപ്പോ നെക്സ്റ്റ് 120 × 3 + 120 × 3 + 40 × 6 = 600 അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ 120 × 6 + 40 × 4. ഓക്കെ, 40 × 4 880. ഓക്കെ, അപ്ലിക്കബിൾ ആണ്. ഇനി ഇതിന്റെ കോൺട്രിബ്യൂഷൻ നോക്കണം. 120 × 15 പ്ലസ് അതുപോലെ തന്നെ 40 × 25 = എത്രയാണ്? 2800. ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ? ഇതാണ്. പോസിബിലിറ്റി 3 ഓപ്ഷന് പോസിബിലിറ്റി കറക്റ്റ് ആയിരുന്നു. പക്ഷെ കോൺട്രിബ്യൂഷൻ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓക്കെ അല്ലേ? ഈ ഒരു രീതിയിൽ ഓക്കെ അല്ലേ? ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ മക്കളെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. അതായത് ഈ ഒരു മെത്തേഡ് കേട്ടോ, ട്രയൽ ആൻഡ് എറർ
സാർ ഞങ്ങൾ ഫോട്ടോ എടുത്താൽ മതിയോ? സാറിന് മീറ്റിംഗ് ഉള്ളതല്ലേ, ഇന്ന് ഓക്കെ ഫ്രഷ് ആവേണ്ട. ഓക്കെ ഫോട്ടോ ഓക്കെ എടുക്കാം സാർ, ടൈം ആയല്ലോ. സ്ക്രീൻഷോട്ട് ചെയ്തോളൂ. എന്നിട്ട് ഒരു ക്വസ്റ്റ്യനെ ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കാം. സ്ക്രീൻഷോട്ട് ഓക്കെ, എടുത്തിട്ടുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തു. 1 minute. സ്ക്രീൻ ഷെയർ ചെയ്ത് കാണുന്നുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 2 മെത്തേഡിലും ചെയ്യാം. ആൽജിബ്രിക് മെത്തേഡിൽ സബ്സ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ എലിമിനേഷനോ ഏതെങ്കിലും ഒരു മെത്തേഡിലും ചെയ്യാം. അതുപോലെ തന്നെ ട്രയൽ ആൻഡ് എററും ചെയ്ത് നോക്കാം. രണ്ടിനും ഡിഫറെന്റ് ആൻസേഴ്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ, രണ്ടിനും ഡിഫറെന്റ് ആൻസേഴ്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പോ അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, രണ്ടിനും ഡിഫറെന്റ് ആൻസേഴ്സ് ആയിരിക്കും കിട്ടുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, രണ്ട് ഡിഫറെന്റ് ആൻസേഴ്സ് കിട്ടിയിട്ട് അതൊന്ന് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഓക്കെ സാർ. ഓക്കെ പിന്നെ ഇന്ന് ചെയ്ത പോലെ റിപ്പീറ്റഡ് ആയിട്ട് മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. ഓക്കെ, എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് കോൺടാക്ട് നമ്പർ ഉണ്ട്, കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റേ ക്വസ്റ്റ്യന് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ആ ക്വസ്റ്റ്യൻ എൻറ്റയർലി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു 2 hour നമുക്കത് പോകും. ഓക്കെ, അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ അത്രയും ടൈം നമുക്ക് വെറുതെ വേസ്റ്റ് ചെയ്യാൻ ഇല്ല. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതാണ് ഏറ്റവും മാക്സിമം ലെവൽ ഓഫ് മാക്സിമം ടൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഓക്കെ, അതൊക്കെ ചെയ്താൽ നിങ്ങൾ തെറ്റ് വേറെ ഒന്നും വേണ്ട. ഓക്കെ, CMA കിട്ടും, പാസ്സാവും കൺഫേം. സെക്ഷൻ സിയില് നിങ്ങൾക്ക് CVP വരാവുന്ന ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ തന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ അത് SA ലെവൽ ക്വസ്റ്റ്യൻ ആണ്, ഒരു ACCA ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏറ്റവും ടോപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുക. അതൊക്കെ പ്രോപ്പറായിട്ട് കുറച്ചും കൂടി എഫേർട്ട് ഒക്കെ എടുത്ത് ടൈമൊക്കെ ഇരുന്ന് അതിനായിട്ട് മാറ്റി വെച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതിനായിട്ട് മാറ്റി വെച്ചതായിരുന്നു ആ ഒരു ടൈം നമ്മളെ നോർമലി ക്ലാസ്സിന്റെ സമയം. ഓക്കെ, അപ്പൊ അത് പ്രോപ്പറായിട്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അറിയിക്കുക, സാർ ത്രൂ അറിയിക്കുക. സാറിനെയും അറിയിക്കണം, എന്നെ അറിയിക്കണം. ഓക്കെ, രണ്ടിടത്തും മെസ്സേജ് പോകണം. ഓക്കെ, ലാസ്റ്റ് മിനിറ്റ് ഒക്കെയാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ലിങ്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഡയറക്റ്റ് ആയിട്ട്, എന്നിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യത്തിൽ. ഓക്കെ, പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് പോവുക. നാളെ ഈ ക്വസ്റ്റിന് 2 രീതിയിലും എഴുതിയിട്ട് വരിക. ഓക്കെ, നോട്ടിൽ റഫ് ആയിട്ട് എഴുതിയാൽ മതി, പ്രോപ്പറായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയാം. അതിന്റെ ശേഷം ഒരു നോട്ടായിട്ട് എഴുതാം. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ. സർ ഡൗട്ട് ഉള്ള താങ്ക് ക്വസ്റ്റ്യൻസ് യു സർ. മെസ്സേജ് അയച്ചു. സർ ഓക്കെ ഓക്കെ താങ്ക് യു സർ. ഓക്കെ, താങ്ക് ബൈ യു സർ. സർ. ഓൾവേസ് വെൽക്കം. ഓക്കെ.